ഒരു പാലക്കാടൻ ചമ്മന്തി തയ്യാറാക്കാം. ദോശയിലേക്കും ഇഡ്ഡലിയിലേക്കും ആവശ്യമായ ഒരു പാലക്കാടൻ ചമ്മന്തി. അതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അതിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് വറ്റൽമുളക് ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് മാറ്റി അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു സവാള, ഉഴുന്ന് പരിപ്പ്, തക്കാളി, ഇഞ്ചി കഷ്ണം, വേപ്പില എന്നിവ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് വറ്റൽമുളക് ചേർത്താം. കൂട്ടിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്തൊന്ന് അരച്ചെടുക്കാം. ഇനി അതേ അരച്ച കൂട്ടിൽ ബാക്കിയുള്ളത് ചേർത്ത് വീണ്ടും അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി തയ്യാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.